ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളക്കൃഷിയെ പറ്റിയാണ്. അതായത് ഇന്ത്യയിൽ അധികം ആരും ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത ഒരു ഫാമിംഗ് ആണ് തവളക്കൃഷി. ഇത് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പാലാ മുട്ടത്തുള്ള ടിജു പി തോമസ് എന്ന് പറയുന്നൊരു ചേട്ടനാണ് ഇതിൻ്റെ ഒരു ഐഡിയ എനിക്ക് തന്നത്. അതിൻ്റെ ബേസിൽ ഞാൻ വേറൊരു രാജ്യത്ത് വിയറ്റ്നാം പോയി. അത് ഞാൻ അത്യാവശ്യം ഒന്ന് പഠിച്ചു. പക്ഷേ എനിക്കിതുവരെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം തവളേനെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. തവളേനെ നമുക്ക് വളർത്താനോ അല്ലെങ്കിൽ കഴിക്കാനോ ഉള്ള ഒരു പോളിസി ഇപ്പോൾ ഇന്ത്യയിലില്ല. അപ്പം അത് നമുക്ക് അതിന് പേപ്പറിനി ഉണ്ടാക്കിയെടുക്കണം. 1972 ആക്ട് പ്രകാരം നമുക്കതിൻ്റെ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് എടുക്കുന്ന പ്രോസസ്സാണ്. അതൊക്കെ വൺ തിങ്. സെക്കൻഡ് തിങ്, ഇതിൻ്റെ മാർക്കറ്റ്, ഈ തവളക്കൃഷിയുടെ മാർക്കറ്റ് എന്താണെന്നായിരിക്കും എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. കാരണം ഇന്ത്യയിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും തന്നെ ഭക്ഷണത്തിന് വേണ്ടി പൈസ മുടക്കുന്ന ആൾക്കാരാണ്. അപ്പം തവളയുടെ മീറ്റ് നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ സെയിൽ ചെയ്യാൻ പറ്റും ലേറ്റർ ഓൺ. പിന്നെ അതിൽ നിന്ന് മറ്റൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാം. ഇപ്പോൾ നമുക്ക് മീൻ കുഞ്ഞുങ്ങളാണെങ്കിൽ വരുന്നത് മൊത്തം കൽക്കട്ടയിൽ നിന്നാണ് മീൻ കുഞ്ഞുങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ധാരാളമായിട്ടുള്ള കുഞ്ഞുങ്ങളെ, അതായത് ഇപ്പോൾ 5-10 രൂപ അല്ലെ 15-20 രൂപ ഡിപ്പെൻസ്, അതിൻ്റെ മാർക്കറ്റ് ഡിപ്പെൻസിൽ നമുക്കിവിടുന്ന് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രണ്ടാണ് ഇതിൻ്റെ നമുക്ക് വരുമാനം ഉണ്ടാകുന്ന മാർഗം. തവളക്കൃഷി വളരെ എളുപ്പം, നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതെന്ന് നമുക്കറിയത്തില്ല. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 10 അല്ലെ 15 സെൻറ്റിമീറ്റർ ആഴത്തിൽ വെള്ളം മതി അതിന്. ഒരു തവളേനെ വളർത്താനായിട്ടും പരിപാലിപ്പിക്കാനായിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു കുളം മതി. ഒരു 10 കുളവും അതിൻ്റെ അകത്തൊരു 15 സെൻറ്റിമീറ്ററോളം വാട്ടർ ലെവലിൽ നിർത്തിയാൽ മതി. ആ വാട്ടർ ലെവലിൽ തന്നെ ഇതുങ്ങൾ കിടന്ന് നമുക്ക് ഹൈ ഡെൻസിറ്റി ആയി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു 10x10 വരുന്ന ഒരു പോണ്ടാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 200 to 300 പീസ് നമുക്ക് വളർത്താൻ പറ്റും. അതിൻ്റെ അകത്ത് ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാൻ കണ്ടത് വെച്ച് ഇവർ കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബോയിൽഡ് പൊട്ടറ്റോസ്, പിന്നെ നമ്മുടെ ചെറിയ തളിർപ്പുള്ള പുല്ലുകൾ, പിന്നെ ഫിഷ് ഫീഡാണ് അവർ കൊടുക്കുന്നത്. ഫിഷ് ഫീഡ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന മീൻ തീറ്റ തന്നെ ആണ് അവർ ഈ തവളയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അവർ വളർത്തുന്ന ഒരു മെത്തേഡ്. ഇതിൻ്റെ അകത്തെ ഡീമെറിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വിശന്ന് കഴിഞ്ഞാൽ ഇതുങ്ങൾ പരസ്പരം തിന്നും. അതാണ് അതിൻ്റെ ഒരു ഡീമെറിറ്റ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് ബ്രീഡിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 3 വർഷം വെയിറ്റ് ചെയ്യണം. ഇത് അഡൽട്ട് ആണെങ്കിൽ 3 കൊല്ലം എടുക്കും ബ്രീഡിങ്ങിലേക്ക് പോകാനായിട്ട്. അതായത് ബുൾഫ്രോഗ് ഇനത്തിൽപ്പെട്ട തവളകൾ ബ്രീഡിങ്ങിലേക്ക് പോകണമെങ്കിൽ 3 കൊല്ലം എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു രീതിയിലാണ് വിയറ്റ്നാമിൽ തവളേനെ വളർത്തുന്നത്. ഈ വീഡിയോ കാണുമ്പോഴത്തേന് വലിയ ക്വാളിറ്റിയൊന്നുമില്ല. കാരണം ഞാൻ അന്ന് വിയറ്റ്നാമിൽ പോയ സമയത്ത് വ്ളോഗ് ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് മൊബൈലിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ഷെയ്ക്കായിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കണ്ടല്ലോ, ഒട്ടും വാട്ടർ ക്വാളിറ്റി ഇല്ല, വളരെ പൊല്യൂട്ടായിട്ടുള്ളൊരു വെള്ളമാണ്. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റിയിലാണ് അവർ വളർത്തുന്നത്. ഇതുപോലെ ഒരുപാട് ടാങ്കുകൾ പുള്ളിയുടെ ഒരു സൈഡിലാണ് അവർ ഡ്രെയിനേജ് കൊടുത്തത്. കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ടാങ്കാണ് കൊടുക്കുന്നത്. ബ്രീഡിംഗ് സമയത്ത് മുട്ടയിടാൻ വേണ്ടി ഫീമെയിലിനെ ഒരു കുളത്തിലേക്ക് മാറ്റുന്നു. മുട്ടയിട്ടതിന് ശേഷം ആ ഫീമെയിലിനെ മാറ്റുന്നു, അവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തിന്നും. അപ്പം അത് കഴിയുമ്പം മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ മുള പോലത്തെ എന്തെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി കൊടുക്കും. അപ്പം കുട്ടികൾ വാല്യൂമാക്രി, അതായത് ടാഡ്പോളിൽ നിന്ന് തവളയിലേക്ക് ആകുമ്പോഴത്തേന് അതേ കയറിയിരിക്കും. അന്നേരമാണ് അവർ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്. ഒരു കുഞ്ഞിന് അപ്രോക്സിമേറ്റ്ലി അവർ വിൽക്കുന്നത് എനിക്ക് തോന്നുന്നു 20 രൂപ 30 രൂപ റേഞ്ചിലൊക്കെയാണ് അവർ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുളത്തിൻ്റെയും സൈഡിൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾ കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു 15 സെൻറ്റിമീറ്ററോളം വെള്ളം മാത്രമേ ഉള്ളൂ. അത് രാവിലെയും വൈകിട്ടും അവർ ഡ്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം തവളയുടെ കാഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്.
അധികം കാഷ്ടം വരുന്ന രീതിയിലാണ് ഇതിന്. how much time to take പിന്നെ ഈ പുള്ളിക്ക് ഏത് ബ്രീഡാന്ന് പുള്ളിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ ഏത് ബ്രീഡാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തായ്ലൻഡ് ബ്രീഡ് എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം അതിന്റെ സ്പീഷ്യസോ കാര്യങ്ങളോ ഒന്നും ഫാമിന്റെ ഓണറിന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വലിപ്പം ഉള്ള തവള ഫീമെയിലും ഏകദേശം ഇച്ചിരി വലിപ്പം കുറഞ്ഞത് മെയിലുമാണ് എന്നാണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ പുള്ളിയോട് ഞാൻ ചോദിച്ചത് ഒരുപാട് ടാങ്കുകളുണ്ട് പുള്ളി എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ല മുന്നേ പറഞ്ഞ പോലെ തന്നെ ബ്ലോഗ് ചെയ്യുന്നുള്ള ഏതോ ഒരു ഇനത്തിൽ രസത്തിന് വേണ്ടി ഏതോ ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ പുള്ളിക്ക് വേറെ ഒരുപാട് സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാഴ്ചകളൊക്കെയാണ് ഞാൻ വിയറ്റ്നാമിൽ കണ്ടത്. അപ്പോൾ അവർ വളർത്തുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് വളർത്തുന്നത്. അപ്പം വിയറ്റ്നാം, ചൈന, കംബോഡിയ, സിംഗപ്പൂർ, US ഇവിടെ എല്ലാം ഇതിനെ വളർത്തി അവർ വിൽക്കുന്നുമുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കറിയത്തില്ല. മേ ബി ആരും കടന്നു വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഗൂഗിൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാം ഒരുപാട് പേര് ഇതിനെപ്പറ്റി തിരക്കുന്നുമുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മൊണോപ്പൊളിയാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഗുണകരമായിരിക്കും. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റ് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഇത് നമ്മുടെ 3ാമത്തെ വ്ളോഗാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. കാരണം വ്യൂസ് ഒരുപാട് പേര് വരുന്നുണ്ട്, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് അപ്ഡേറ്റിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ജിമിൻ ഗ്രേക്കോസ്.